എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിത്രയോഗ. നമ്മൾ ചെറുതായിരിക്കുമ്പോഴേ നമുക്ക് സന്തോഷിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടായിരുന്നു. നമ്മുടെ അമ്മ നമുക്ക് ഉണ്ടാക്കി തരുന്ന ഫേവറേറ്റ് ഫുഡ്, അത് കഴിക്കുമ്പോഴുള്ള സന്തോഷം, പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ചിത്രകഥകൾ എന്ന് പറഞ്ഞാൽ പൂമ്പാറ്റ, ബാലരമ, അങ്ങനത്തെ സാധനങ്ങൾ കിട്ടുമ്പോഴുള്ള സന്തോഷം, ആ ബുക്ക് ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ്, ആ ഒരു സ്മെല്ല്, വീട്ടിലെല്ലാവരും കൂടി പുറത്തു പോകുന്ന സമയങ്ങൾ, അതല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കുസൃതികൾ, വീട്ടിലെ തമാശകൾ, നമ്മുടെ സിബ്ലിങ്സിൻ്റെ കൂടെയുള്ള ഓരോരോ ആക്ടിവിറ്റീസ്, കൂട്ടുകാരുടെ കൂടെയുള്ള കളികൾ, ഊഞ്ഞാലാടുന്നത്, അതുമല്ലെങ്കിൽ മഴ. പിന്നെ നമ്മൾ ആലോചിച്ചാൽ നമ്മൾ രാത്രി പുറത്തിറങ്ങി നിന്ന് ആകാശത്ത് നോക്കുമ്പോൾ കാണുന്ന നിലാവ്, ഇതൊക്കെ നമുക്ക് സന്തോഷം തരുമായിരുന്നു. ഇതിപ്പോൾ നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടല്ല. സന്തോഷം നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ നാച്ചുറലായിട്ട് നമ്മൾ ആ സന്തോഷം എന്ന അവസ്ഥയിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. വലുതാവും തോറും നമ്മുടെ സോഷ്യൽ ഇൻറ്ററാക്ഷൻസ്, അല്ലെങ്കിൽ നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ്, നമ്മുടെ ഗ്രോത്തിന് വേണ്ടി, കരിയർ ഗ്രോത്തിന് വേണ്ടി നമ്മളെടുക്കുന്ന തിരക്കുകൾ, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ ഒരു സന്തോഷം എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് അത് പതുക്കെ മറന്നു പോകാറുണ്ട്. ആൻഡ് പതുക്കെ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സന്തോഷം എന്ന് പറയുന്നത് നമ്മളൊരു ഗോൾ അച്ചീവ്മെൻറ്റിലേക്ക് നമ്മൾ മാപ്പ് ചെയ്യും. എന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരു ജോലി കിട്ടിയാൽ എനിക്ക് സന്തോഷമാകും, അതല്ലെങ്കിൽ എനിക്കൊരു പൊസിഷൻ ചേഞ്ച് കിട്ടിയാൽ, ഒരു ശമ്പള വർധന കിട്ടിയാൽ ഞാൻ സന്തോഷമാകും, അതുമല്ലെങ്കിൽ ഞാനൊന്ന് കല്യാണം കഴിച്ചാൽ എനിക്ക് സന്തോഷമാകും. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് ഇല്ലേ? അതല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യത്തിന് മറ്റൊരാളൊരു കോംപ്ലിമെൻ്റ് പറഞ്ഞാൽ നമുക്ക് സന്തോഷമാകും. പതുക്കെ നമ്മുടെ സന്തോഷം എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡിപ്പെൻഡൻ്റ് ആവാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഇന്ന കാര്യം ചെയ്യണം, അങ്ങനെ ആയി മാറി. സത്യം പറഞ്ഞാൽ ഈ ആദ്യം കുഞ്ഞിലേ ഉണ്ടായ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒരു ലോങ് ലാസ്റ്റിംഗ് സന്തോഷമാണ്. അത് ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷമാണ്, അത് മെറ്റീരിയലിസ്റ്റിക് അല്ല. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സന്തോഷം, അതൊരു ഷോർട്ട് ടേം സന്തോഷമാണ്. പലപ്പോഴും നമ്മൾ സന്തോഷിക്കാൻ മറക്കാറുണ്ട്. മിത്രയോഗ ഈ വരുന്ന സൺഡേ നവംബർ 2 ഇന്ത്യൻ ടൈം 3:30 മുതൽ 5:30 വരെ ഈ ഹാപ്പിനെസ്സിനെ കുറിച്ച് ഒരു സെൽഫ് അവെയർനെസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് സ്റ്റോപ്പിംഗ് യു ഫ്രം ബീയിങ് ഹാപ്പി? പറ്റുന്നവരൊക്കെ ജോയിൻ ചെയ്യാം. താങ്ക് യു.